ഒരു കഥ പറയാം. നമ്മുടെ ജീവിതത്തിൽ പണം എത്ര പ്രധാനമാണെന്ന് നമ്മളെല്ലാവരും അറിയുന്നു. പക്ഷേ ഒരിക്കലെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, പണം കൈകാര്യം ചെയ്യുന്നത് ബുദ്ധിയാണോ അല്ലെങ്കിൽ മനസ്സാണോ? ഇതാണ് ഈ കഥയുടെ തുടക്കം. ഒരു വിചിത്ര മനുഷ്യന്റെ കഥ. ലോസ് ആഞ്ചലസിലെ ഒരു ഹോട്ടൽ. ഒരു യുവാവ് അവിടെ വാലറ്റായി ജോലി ചെയ്യുന്നു. ഒരു ദിവസം അവൻ ശ്രദ്ധിക്കുന്നു, ഒരു സ്ഥിരം ഗസ്റ്റ്. ആ ഗസ്റ്റ് സാധാരണക്കാരനല്ല, ഒരു ടെക്നോളജി ജീനിയസ്. വൈഫൈ ടെക്നോളജിയിൽ വലിയ സംഭാവന നൽകിയവൻ. കമ്പനികൾ തുടങ്ങി വിറ്റു കോടികൾ നേടിയവൻ. പക്ഷേ അവന്റെ പെരുമാറ്റം വളരെ വിചിത്രം. അവൻ കയ്യിൽ കട്ടയായി $100 നോട്ടുകൾ വഹിക്കുന്നു. ആരും ചോദിക്കാത്തപ്പോഴും കാണിച്ച് അഭിമാനിക്കുന്നു. പണം അവന്റെ കയ്യിൽ ഒരു കളിപ്പാട്ടം പോലെ. ഒരു ദിവസം അവനൊരു ജോലിക്കാരന് പണം കൊടുത്തു പറഞ്ഞു, പോയി ഗോൾഡ് കോയിനുകൾ വാങ്ങിവരൂ. അവൻ വാങ്ങിക്കൊണ്ടുവന്നു. പിന്നീടെന്ത് സംഭവിച്ചു എന്നറിയാമോ? അവനും അവന്റെ സുഹൃത്തുക്കളും ചേർന്ന് ആ സ്വർണ്ണ നാണയങ്ങൾ സമുദ്രത്തിലേക്ക് എറിഞ്ഞു. കുട്ടികൾ പോലെ ചിരിച്ചു. അവർക്കതൊരു കളി. നിങ്ങൾ കേട്ടാൽ എന്തു തോന്നും? ഇവൻ പിച്ചാശനാണോ? ഇവന് പണത്തിന്റെ വില അറിയില്ല. അതെ, ചില വർഷങ്ങൾക്ക് ശേഷം അവൻ പൂർണ്ണമായും ദിവാലിയായി. ഇവിടെ നിന്നുള്ള ആദ്യ പാഠം: പണം കൈകാര്യം ചെയ്യുന്നത് ബുദ്ധിയോട് മാത്രം ബന്ധപ്പെട്ട ഒന്നല്ല. നിങ്ങളുടെ പെരുമാറ്റം, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ തീരുമാനങ്ങൾ, അതാണ് പ്രധാനമായത്. ഒരു സാധാരണ മനുഷ്യന്റെ അസാധാരണ വിജയം. ഇനി മറ്റൊരു കഥ. റൊണാൾഡ് റീഡ്, ഒരു സാധാരണ മനുഷ്യൻ. പമ്പിൽ ജോലി ചെയ്തു. കടയിൽ ഫ്ലോർ വൃത്തിയാക്കി. ജീവിതം വളരെ ലളിതം. അവൻ വലിയ ശമ്പളം നേടിയിട്ടില്ല. അവൻ വലിയ ബിസിനസ് ചെയ്തിട്ടില്ല. പക്ഷേ അവൻ മരിച്ചപ്പോൾ അവന്റെ സമ്പത്ത് $8 മില്യൺ. എങ്ങനെ? ചെറിയ ചെറിയ സേവിങ്സ്, സിമ്പിൾ ഇൻവെസ്റ്റ്മെന്റ്സ്, പിന്നെ വർഷങ്ങളോളം കാത്തിരിപ്പ്. അതെ, അവൻ ക്ഷമയോടെ കാത്തിരുന്നു. 2 ജീവിതങ്ങൾ, ഒരു വലിയ സത്യം. ഒരു വശത്ത് വലിയ ബുദ്ധിയുള്ള ടെക് ജീനിയസ്, ദിവാലി. മറ്റൊരു വശത്ത് സാധാരണ ജാനിക്കർ, കോടീശ്വരൻ. ഇതിൽ നിന്നുള്ള സത്യം: പണം കൈകാര്യം ചെയ്യുന്നത് ഒരു സയൻസ് അല്ല, ഒരു ബിഹേവിയറാണ്. ആരും പിച്ചാശന്മാരല്ല. നമുക്ക് പലപ്പോഴും തോന്നും, അവൻ പണം കളയുന്നു, അവൾ തെറ്റായ തീരുമാനമെടുക്കുന്നു. പക്ഷേ ആരും പിച്ചാശന്മാരല്ല. കാരണം ഓരോരുത്തരും അവരുടെ ജീവിതാനുഭവങ്ങൾ അടിസ്ഥാനമാക്കിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. നിങ്ങളുടെ അനുഭവം, നിങ്ങളുടെ ലോകം. നിങ്ങൾ അനുഭവിച്ച ലോകം വളരെ ചെറുതാണ്. പക്ഷേ അതുതന്നെ നിങ്ങൾക്ക് സത്യം പോലെ തോന്നുന്നു. ഉദാഹരണം: ദാരിദ്ര്യത്തിൽ വളർന്ന ഒരാൾ, സമ്പന്ന കുടുംബത്തിൽ വളർന്ന ഒരാൾ. ഇവരുടെ മണി ഡിസിഷൻസ് ഒരുപോലെയാകില്ല. ലോട്ടറി വാങ്ങുന്നവരുടെ മനസ്സ്. നമുക്ക് തോന്നും, പണമില്ലാത്തവർ എന്തിന് ലോട്ടറി വാങ്ങുന്നു? പക്ഷേ അവരുടെ മനസ്സിൽ, ജീവിതത്തിൽ വലിയ അവസരങ്ങളില്ല, ഇതാണ് ഒരു ചെറിയ പ്രതീക്ഷ. അവർ പണം കളയുന്നില്ല, അവരൊരു സ്വപ്നം വാങ്ങുന്നു. പണം ഒരു മനവിജ്ഞാനം. പണം ഒരു ഗണിതശാസ്ത്ര വിഷയമല്ല, അതൊരു മനോവിജ്ഞാനമാണ്. നമ്മുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നത് ഭയം, ആഗ്രഹം, അസൂയ, അഭിമാനം, സുരക്ഷിതാഭാവം. കോമ്പൗണ്ടിംഗ്, സമയത്തിന്റെ അത്ഭുതം. റൊണാൾഡ് റീഡ് എന്താണ് ചെയ്തത്? ചെറിയ തുക, ദീർഘകാലം, കോമ്പൗണ്ടിംഗ്. ഇതുതന്നെയാണ് വെൽത്ത് ബിൽഡ് ചെയ്യാനുള്ള രഹസ്യം. പക്ഷേ മനുഷ്യർക്ക് പേഷ്യൻസ് കുറവാണ്. ഇനഫ് എന്നതിന്റെ പ്രാധാന്യം പലർക്കും അറിയില്ല. എത്ര മതി? അതുകൊണ്ട് കൂടുതൽ വേണം, കൂടുതൽ റിസ്ക്, കൂടുതൽ സ്ട്രെസ്, അവസാനം നഷ്ടം. കാർ പാരഡോക്സ്. നിങ്ങളൊരു ലക്സറി കാർ കാണുമ്പോൾ അവൻ വിജയിച്ചയാളാണ് എന്ന് കരുതും. പക്ഷേ നിങ്ങൾക്ക് ഇംപ്രസ് ആയത് കാറാണ്, ആ വ്യക്തിയല്ല. വെൽത്ത് വേഴ്സസ് റിച്ച്. റിച്ച് എന്നാൽ നിങ്ങൾ കാണുന്നത്, വെൽത്ത് എന്നാൽ നിങ്ങൾ കാണാത്തത്. വെൽത്താണ് സേവിങ്സ്, ഇൻവെസ്റ്റ്മെന്റ്സ്, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി. റൂം ഫോർ എറർ. ജീവിതം പ്രെഡിക്റ്റബിൾ അല്ല. അതുകൊണ്ട് സേഫ്റ്റി മാർജിൻ വേണം. ഇമർജൻസി ഫണ്ട്, കുറവ് കടം, ബാക്കപ്പ് പ്ലാൻ. പണത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം: ഫ്രീഡം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് ഒഴിവാക്കാൻ. പെസിമിസം ട്രാപ്പ്. നെഗറ്റീവ് വാർത്തകൾ നമ്മൾ വിശ്വസിക്കുന്നു, കാരണം അവ ഡ്രമാറ്റിക്കാണ്. പക്ഷേ ഗ്രോത്ത് സ്ലോ ആണ്, അതിനാൽ അത് കാണാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ മാറും. ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നാളെ മാറും. അതുകൊണ്ട് പ്ലാൻസ് ഫ്ലെക്സിബിൾ ആക്കണം. ജീവിതത്തിന്റെ യഥാർത്ഥ ലെസൺ: പണം ഒരു ടൂളാണ്, പക്ഷേ അത് നിങ്ങളെ നിയന്ത്രിക്കരുത്, നിങ്ങൾ അതിനെ നിയന്ത്രിക്കണം. സമാപനം, ഒരു ചിന്ത. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ പണത്തെ എങ്ങനെ കാണുന്നു? നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങളിൽ നിന്നാണോ വരുന്നത്,
അല്ലെങ്കിൽ നിങ്ങൾ അനായാസം മറ്റുള്ളവരെ അനുകരിക്കുകയാണോ? ജീവിതത്തിൽ പണം പ്രധാനമാണ്, പക്ഷേ അതിലും പ്രധാനം നിങ്ങൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ്. അവസാന വാക്കുകൾ. പണം സമ്പാദിക്കുന്നത് ഒരു സ്കില്ലാണ്, പക്ഷേ വെൽത്ത് ബിൽഡ് ചെയ്യുന്നത് ഒരു ബിഹേവിയറാണ്. നോളജ് നിങ്ങളെ റിച്ചാക്കും, പക്ഷേ ഡിസിപ്ലിൻ നിങ്ങളെ വെൽത്തിയാക്കും. ഇതൊരു സമ്മറിയല്ല, ഇത് നിങ്ങളുടെ പണത്തെക്കുറിച്ചുള്ള ചിന്തയെ മാറ്റാനൊരു യാത്രയാണ്.